എന്നത്തെയും പോലെ ഇന്നും രാവിലെ എണീറ്റ് വേഗം കട്ടൻ ചായ വെക്കണ പരിപാടിയാണ് കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റത്. ഞായറാഴ്ചയല്ലേ, എല്ലാവർക്കും ഒഴിവുള്ള ദിവസമായതുകൊണ്ട് തന്നെ ആർക്കും അത്ര അത്യാവശ്യങ്ങളും അർജൻറ്റുകളും ഒന്നുമില്ല. ഇന്നിപ്പോൾ എന്ത് ചായക്കടി ഉണ്ടാക്കുമെന്ന് ആലോചിച്ചിട്ട് തല പുണ്ണാക്കേണ്ട ആവശ്യമൊന്നുമില്ല. തലേന്ന് തന്നെ ഞാൻ അരി വെള്ളത്തിലിട്ടതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമുക്ക് അപ്പം ചൂടാം. വെറും അപ്പമല്ല, ചീയപ്പം. ഞാൻ ചീയപ്പം എന്നാട്ടോ പറയാം. ഇന്ന് ഞാൻ നേരം വൈകി എണീറ്റതുകൊണ്ട് തന്നെ പാത്തും ഒപ്പം എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവൾ എണീക്കണതിന് മുന്നേ എൻ്റെ ഏകദേശം പണിയൊക്കെ തീർന്നിട്ടുണ്ടാവും. ഇവൾ എണീറ്റു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇന്നെന്തോ ആളെൻ്റെ കൂടെ അടുക്കളയിലൊക്കെ വന്നിരുന്ന് എന്നോട് വർത്താനം പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ പണിയെടുക്കണേ. ഇന്നാൾ പക്ക ഡീസൻ്റാണ്, നല്ല രീതിയിൽ അടങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാത്തിലും കൈയിട്ട് വാരിയും വലിച്ചിട്ടൊക്കെ ആകെപ്പാട് അലമ്പാവും. ഇന്നാൾ നല്ല ഡീസൻറ്റിലാണ് എണീറ്റ് വന്നിട്ടുള്ളത്. അങ്ങനെ മാവൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. പാകത്തിന് വെള്ളവും ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിക്ക് കറി ഒന്ന് സെറ്റാക്കണം. ഞാൻ പൊതുവേ അപ്പത്തിന് ചട്ടിനിയാണ് ഉണ്ടാക്കുക. ഇന്ന് ചട്ടിനി ഒന്ന് മാറ്റി പിടിച്ചാണ് ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സവോളയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ചട്ടിനി ആക്കിയാൽ മതിയായിരുന്നു, ഇതാകുമ്പോൾ ഇത്ര വലിയ പണിയില്ലായിരുന്നു കേട്ടോ. സവോള രാവിലെ തന്നെ കടന്ന് വെള്ളം വന്നിട്ടൊക്കെ കട്ട് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിട്ടായിരുന്നു പിന്നത്തെ ടെൻഷൻ. പിന്നെ കൂട്ടത്തിൽ അവൾ സംസാരിക്കാത്തതുകൊണ്ട് തന്നെ അത്ര വലിയ ഭാരമൊന്നും അറിഞ്ഞിട്ടില്ല. നോക്കേണ്ടതുകൊണ്ട് ഈ വിറകടുപ്പ് തന്നെയാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ വിറകടുപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്യാസിനൊക്കെ ഇപ്പം എന്താ വില. ഈ അടുപ്പ് കത്തിക്കുമ്പോൾ വേറൊരു ഉപകാരം കൂടി കിട്ടണമെന്ന് വെച്ചാൽ രാവിലത്തെ ഈ ഒരു തണുപ്പിന്ന് കുറേ ഒരു ആശ്വാസം കിട്ടും കേട്ടോ. ഈ ചൂടത്ത് നിൽക്കണോണ്ട് തന്നെ അത്ര തണുപ്പ് തോന്നുമില്ല, നമ്മൾ ഗ്യാസിൽ ലാഭിക്കുകയും ചെയ്യാം. രണ്ടാണ് ഉപകാരം. ഞായറാഴ്ചയാണെങ്കിലും സാധനം കൃത്യസമയത്ത് ടേബിൾ മെത്തണമല്ലോ, അതുകൊണ്ട് തന്നെ ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അപ്പം ചൂടിൻ്റെ കൂടെ തന്നെ റോസ്റ്റിനുള്ള സവോളയും കൂടി കട്ട് ചെയ്തൊക്കെ. ഞാൻ ഉണ്ടാക്കുന്ന റോസ്റ്റിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലും സംഭവം സിമ്പിളാണ്. ഏകദേശം എല്ലാവർക്കും അറിയാത്തവർ കണ്ടോട്ടെ. ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും കൂടി ഇട്ടിട്ട് വേഗം വാടാനെന്നുള്ള പേരിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാൻ ഇളക്കി കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണ്ടേ. ഇനിയിപ്പോൾ എന്താ, പേരിന് 2 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലും പിന്നെ ഒരു തക്കാളി, ഒരു ചെറിയൊരു തക്കാളി, നല്ലോണം തക്കാളി വേണ്ട, ചെറിയൊരു തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ടു. പിന്നെന്താ, ഇനി മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 2 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. സംഭവം റെഡിയാണ്. ഫ്ലെയിം ഓഫ് ആകുന്നതിന് മുന്നേ തന്നെ നമുക്ക് മുട്ടയും കൂടി ആഡാക്കി കൊടുക്കാം. ഈ മസാലയിൽ ഇനി മുട്ടയും കൂടി ഒക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ആവിയേറ്റെടുത്ത മുട്ട റോസ്റ്റ് റെഡി. സംഭവം സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.